So welcome to this session, PPSC 134. Today we are going to discuss Unit 8. Okay, 134 BPSC 134 നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അറ്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസിൽ ഇതുവരെ നമ്മൾ 7 യൂണിറ്റ് കവർ ചെയ്തു. 8ാമത്തെ യൂണിറ്റാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. 8ാമത്തെ യൂണിറ്റിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂണിയൻ സെൻട്രൽ ഗവൺമെന്റിലത്തെ ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പഠിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതില് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആണ് കേട്ടോ. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഓർഗനൈസേഷൻ ആണ് അതൊക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ആണത് നമ്മുടെ ഭരണഘടനാ പ്രകാരം. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഇമ്പോർട്ടൻസ്, സ്റ്റേറ്റ് കമ്മീഷന് കോമ്പോസിഷൻ, എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുക, എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത് സെൻട്രൽ അല്ല, സ്റ്റേറ്റ് ആണ്, മറക്കരുത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പവർ എന്താണ്, അതേമാതിരി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻ എന്താണ്, പിന്നെ ഇലക്ഷൻ ട്രിബ്യൂണൽ ഉണ്ട്, അതിന്റെ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, പിന്നെ റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, റോൾ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇവിടെ പറയാൻ പോകുന്നത്, ഇന്ത്യ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇന്ത്യ. അതേമാതിരി ലാർജസ്റ്റ് ഭരണഘടന, റിട്ടൺ ഭരണഘടന, ഏറ്റവും ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 26/1/1950 ഭരണഘടന നിലവിൽ വന്നത്. ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റിപ്പബ്ലിക് ഡേ, അതാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടന 2 കൊല്ലം, ഞാൻ പറഞ്ഞത് 1947 ഇത്, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ സമയത്ത് അന്ന് ഇത് 2 കൊല്ലവും 11 മാസവും 18 ദിവസവും എടുത്തു അന്ന് ഈ ഭരണഘടന ഉണ്ടാക്കാൻ. പക്ഷേ ഇന്ന് അതെത്രയോ നീണ്ടുപോയി. കാരണം പല അമെൻഡ്മെന്റും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടിച്ചേർക്കലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോ അനവധി പേജുകൾ കൂട്ടിച്ചേർത്തു. അമെൻമെന്റ് 100ഓളത്തിൽ മീതെ അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒക്കെ പുതിയ അഡീഷൻസ് ആണ് അതൊക്കെ. അങ്ങനെ ലോട്ട് ഓഫ് പാർലമെന്റിന്റെ പല ഇതും നമ്മളെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡീഷൻസ് ഭയങ്കരമാണ്. കുറേ പേജസ് ഭരണഘടനയിലുണ്ട് ഇപ്പോ, മനസ്സിലായില്ലേ? അപ്പോ ഒരു ഡെമോക്രാറ്റിക് ഭരണത്തില്, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, conduct a free and fair and impartial election is considered to be the most essential feature. അപ്പൊ നമ്മുടെ ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് വെറും പേരിൽ ഒതുങ്ങിയ പോരാ. പണ്ട് ഒരു കാലത്ത്, പിന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ കുറച്ച് ഡീക്കേഡിന് മുമ്പേ, നമ്മുടെ ഏതോ വിധത്തിൽ എങ്ങനെയോ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യും, പക്ഷെ അത് ട്രാൻസ്പെറന്റ് പലപ്പോഴും ആയിരുന്നില്ല. അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അറിയിക്കുന്ന ഭരണഘടനയിൽ പറഞ്ഞ പ്രകാരം ആയിരുന്നില്ല. ബൂത്ത് ക്യാപ്ചറിങ്ങും അതും ഇതും കള്ളവോട്ടും ഇങ്ങനെയൊക്കെ പലതും ഒരു കാലത്ത് ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് അതെല്ലാം കുറേ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ കാർഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, ഐഡന്റിറ്റി കാർഡ് വേണം. പിന്നെ ബാലറ്റ് ഇത് നമ്മൾ പണ്ട് കടലാസിലാണ് നമ്മളെ ചേർന്ന്, ഇപ്പൊ അതല്ല, മെഷീനാണ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ അപ്പൊ അധികം ഇത് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റില്ല. VVPAT സിസ്റ്റം ഉണ്ട്, പല സീക്രസിയും അതിലുണ്ട്. പിന്നെ അപ്പൊ പെട്ടെന്ന്, അത് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് ഇലക്ഷന്റെ റിസൾട്ട്, അസംബ്ലി ഇലക്ഷൻ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ ലീഡിങ്ങും മറ്റേതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. നമ്മളിപ്പോ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും ഫസ്റ്റ് അവറിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം, ഒരു 50-60% മീതെ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിയും 1 മണിക്കൂറുണ്ട്. അപ്പൊ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അപ്പൊ അറിയാം എത്രയുണ്ട് ടോട്ടൽ വോട്ട് ഓരോന്നിനും, ഓരോ പെട്ടിയില്, അതിന്റെ ബോക്സ് ഇതില്, ഓക്കെ, മെഷീനില്.
ഓക്കെ. സോ അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രിയിലെ വളരെ ഫ്രീ ആയിട്ട് എല്ലാവരും പേടി കൂടാതെ വോട്ട് ചെയ്യാൻ ഉള്ള അധികാരം വേണം. നമ്മുടെ ടെൻഷനോട് കൂടി അല്ലെങ്കിൽ ചില പാർട്ടികൾ പണ്ടൊക്കെ നിർബന്ധിച്ചിരുന്നു, ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അതൊന്നും പറ്റില്ല. എസ്പെഷ്യലി ഐ ഹാവ് ടു സേ ഹിയർ, കാരണം എസ്പെഷ്യലി TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് നമ്മുടെ മെഷീൻ, നമ്മുടെ വോട്ടിംഗ് മെഷീൻ, അതേപോലെ ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ പലതും നിലവിൽ വന്നു. കംപ്ലീറ്റ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നു, പെട്ടെന്ന് റിസൾട്ട് അറിയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി അംഗീകരിക്കുന്നു. ഓക്കെ. സോ ആളുകൾക്ക് പണ്ടുണ്ടായിരുന്നു പേടി, വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. ചില സമയത്ത് അതേ പാർട്ടി അവർ പറഞ്ഞ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ ഇഷ്ടം. മാത്രമല്ല, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇലക്ഷന്റെ ഇന്ന് അവസാനിച്ചപ്പോൾ മറ്റന്നാളെ ഇലക്ഷൻ വെച്ചാൽ വോട്ടിംഗ് ആണെന്ന് വെച്ചാൽ ഇന്ന് അവസാനിക്കും 5 മണിക്ക്. എന്തായാലും അർത്ഥം അറിയോ? 5 മണി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു എ കോൺഷ്യസ് ഒരു ദിവസം നിങ്ങൾക്ക് തരുന്നു ആലോചിക്കാൻ, ആർക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള സാവകാശം നമുക്ക് തരുന്നു. അതാണ് ഒരു ദിവസം മുമ്പേ, അതായത് ഇപ്പം മറ്റന്നാളെ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ വൈകി 5 മണിക്ക് തീരും പരിപാടി. അത് കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ പുറപ്പാകാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കാൽനടയിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ മറ്റേ ഈ ക്യാൻവാസിങ് നിങ്ങൾക്ക് പറ്റില്ല, നമ്മുടെ ജീപ്പിലും മറ്റേതിലൊന്നും പറ്റില്ല. അപ്പൊ അത് ഒരു ദിവസം നിങ്ങൾക്ക് തരും. വോട്ടിങ്ങിന്റെ ഒരു ദിവസം മുമ്പേ തരുന്നത് എന്തിനാ വെച്ചാൽ യു ടു അപ്ലൈ യുവർ മൈൻഡ് വിച്ച് പാർട്ടി, നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇമ്പാർഷ്യലായിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഏത് പാർട്ടിക്ക് വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഓക്കെ. അപ്പോൾ ഫ്രീ, ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ ഇലക്ഷൻ ഇസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ്. ഇതൊരു വെപ്പണാണ്, ജനങ്ങളിൽ കയ്യിലുള്ള ഒരു വെപ്പണാണ്. അതായത് ആരായിരിക്കണം നമ്മുടെ ഭരണാധികാരി, നമ്മളെ ആര് ഭരിക്കണം, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആരായിക്കണം, പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലാണ്, ഓരോരുത്തർ ജനങ്ങളുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് അവര് പറഞ്ഞിടത്ത് മറ്റുള്ളവർ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അത് നമ്മള് പക്ഷേ വി ഹാവ് ടു അപ്ലൈ അവർ മൈൻഡ്. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നത് ഓരോ വോട്ടും വളരെയധികം പ്രയോജനപ്പെടാനാണ്. സോ ഇന്ത്യ ഹാസ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീങ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി പറഞ്ഞു. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 324 ഭരണഘടന പ്രകാരം പ്രൊവൈഡഡ് ഫോർ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഇത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഇതാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഈ ഇലക്ഷൻ കമ്മീഷണർ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അതിന്റെ അയാളുടെ ഒപ്പം 2 ഇലക്ഷൻ കമ്മീഷണറുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 ഇലക്ഷൻ കമ്മീഷണറുണ്ട്. ഇവരെ 3 ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ടു കണ്ടക്ട്, ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ നോക്കൂ, നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി പ്രസിഡന്റ് ഇലക്ഷൻ 5 കൊല്ലത്തേയുള്ള കാലാവധി നമ്മുടെ പ്രസിഡന്റിന്. 5 കൊല്ലത്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി പീരീഡ് ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ 5 കൊല്ലത്തിൽ ആണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി, പ്രസിഡന്റിന്റെ. പക്ഷെ ഒരു പ്രസിഡന്റ് 2 പ്രാവശ്യം പ്രസിഡന്റായ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലുള്ളൂ. ഈ 3ാമത്തെ പ്രാവശ്യം അയാളെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അയാളുടെ വാർദ്ധക്യമായ ഈ സിക്നസ്, ഹെൽത്ത് ശരിയല്ലാത്തതിനാൽ അദ്ദേഹം 3ാമത് നിന്നില്ല. അതായത് 10 കൊല്ലമായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 2 പ്രാവശ്യം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഒരു പ്രസിഡന്റും 5 കൊല്ലത്തിൽ മീതെ കാലാവധി തികച്ചിട്ട് 5 കൊല്ലം 2ാമത് റീ ഇലക്ഷന് നിന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ പക്ഷെ അവർ നിൽക്കാം, അതിനെപ്പറ്റി കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ വേറെ ആളെ നോമിനേറ്റ് ചെയ്യും, വേറെ ആരെങ്കിലും. സോ അത് കഴിഞ്ഞിട്ട് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയാനുണ്ട്. വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, പിന്നെ അയാളാണ് രാജ്യസഭയുടെ ചെയർമാൻ. നമ്മൾ പ്രസിഡന്റ് ചെയ്യുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് അതും നമ്മുടെ ഭരണഘടനാ സ്ഥാപനമാണ്. അദ്ദേഹത്തിന്റെയും പ്രസിഡന്റ്, അതായത് ഒക്കെ ഇലക്ഷനിലൂടെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലാവധി 5 കൊല്ലമാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2ാമതും നിൽക്കാം മേൾക്ക്, കുഴപ്പമില്ല. 2 പ്രാവശ്യം നിന്നവരുണ്ട്, എത്രയോ ആളുണ്ട്. ആ 2 കൊല്ലത്ത് ചിലപ്പോൾ മാക്സിമം 10 കൊല്ലമാണ് ഓരോരുത്തർ നിന്നിട്ടുള്ളൂ. ഇതുവരെ നിന്നിട്ടുള്ള അത് നിർത്തണം, പാർട്ടി വോട്ട് ചെയ്യണ്ടേ. 5 കൊല്ലം ആക്കാം. പക്ഷെ ഇതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റാണ്.
പക്ഷെ അയാളുടെ ഏക പ്രവൃത്തി പണി നമ്മുടെ രാജ്യസഭയിലത്തെ ചെയർമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശമ്പളങ്ങൾ. വേറെ യാതൊരു ഫംഗ്ഷനും അദ്ദേഹത്തിന് ഇല്ല. അതേമാതിരി രാജ്യസഭാ മെമ്പർക്ക് ഓത്ത് കൊടുക്കുക, അത് കൺട്രോൾ ചെയ്യുക, അതൊക്കെയാണ് അയാളുടെ പണി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോകസഭ ഇലക്ഷൻ അതും കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ലോകസഭ. മനസ്സിലായില്ലേ? ലോകസഭ 5 അത് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യും, വേറെ പുതിയ മെമ്പേഴ്സ് വരും. അപ്പോൾ അത് അവരുടെയും കാലാവധി 5 കൊല്ലാണ്. നീട്ടാൻ പറ്റില്ല. നീട്ടണം വെച്ചാൽ വല്ല യുദ്ധമോ ആഭ്യന്തര വലിയ പ്രശ്നങ്ങളോ, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ വാറ അല്ലെങ്കിൽ ചൈന വാറ അങ്ങനെ പണ്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് 6 മാസം വരെ നീട്ടാം ഇലക്ഷൻ ഇല്ലാതെ. കാരണം ആ സമയത്ത് നമ്മൾ രാജ്യരക്ഷയാണല്ലോ നോക്കുക, ഇലക്ഷനല്ല നോക്കുക. അപ്പൊ 6 മാസം വരെ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാം. പക്ഷേ എങ്കിൽ 6 മാസത്തിന് ശേഷം നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. പിന്നെ രാജ്യസഭ കാലാവധി റൊട്ടേഷണൽ ബേസിസ് ആണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഇതാണ്. പെർമനന്റ് പറഞ്ഞാൽ അവിടുത്തെ രാജ്യസഭ മെമ്പർ പെർമനന്റ് അല്ല, റൊട്ടേഷണൽ ബേസിസ് 2 കൊല്ലം 6 കൊല്ലം അങ്ങനെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് രാജ്യസഭ. സ്റ്റേറ്റിൽ നിന്ന് ലെജിസ്ലേറ്ററും ഇവരൊക്കെ കൂടി സെലക്ട് ചെയ്യുന്നതാണ്. ഓരോരുത്തർക്ക് ഓരോരോ MP-മാർക്ക് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് രാജ്യസഭ. അങ്ങനെയാണ് ഈ രാജ്യസഭയിലേക്ക് മെമ്പറെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത പണി, അപ്പൊ ഇവരുടെ ഇലക്ഷൻ നടത്തുന്നത് രാജ്യസഭയിലത്തെ ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ലോകസഭ ലോവർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ്. ഇനി വിധാൻസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഓരോരോ സ്റ്റേറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നതും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഓരോരോ സ്റ്റേറ്റിലും അവരുടെയും കാലാവധി 5 കൊല്ലാണ്. പിന്നെ അടുത്തത് വിധാൻ പരിഷത്ത്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത് വലിയ വലിയ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, മധ്യപ്രദേശ്, പണ്ട് JNK ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ UP, അതേമാതിരി വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കർണാടക, ഇവിടെ എല്ലാം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. പക്ഷേ ചെറിയ സ്റ്റേറ്റിലില്ല, വലിയ വലിയ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഈ വിധാൻ പരിഷത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളൂ. പിന്നെ ഇവിടെ വിധാൻസഭ ലോകസഭ ലോവർ ഹൗസ് ആണ്, രാജ്യസഭ അപ്പർ ഹൗസ് ആണ്. ഇവിടെ വിധാൻസഭ ലോവർ ഹൗസ് ആണ്, വിധാൻ പരിഷത്ത് അപ്പർ ഹൗസ് ആണ് നമ്മുടെ സ്റ്റേറ്റിൽ. ഓക്കെ, സോ now after the 73rd and 74th constitutional amendments, a provision was made to set up a state election commission to carry out activities related to supervision. ഇവരൊക്കെ അതായത് 73ാമത്തെയും 74ാമത്തെയും ഭരണഘടന അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു, പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രാധാന്യം ഇങ്ങനെ വർദ്ധിച്ചറിയോ? അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത്. ഈ 73ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ അമെന്റ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. 74 പറഞ്ഞ മുനിസിപ്പൽ ആക്ട്, അതേമാതിരി ഇതൊക്കെ ഉണ്ടല്ലോ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ, അതിന്റെ അമെന്റ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ നടത്തേണ്ടത് അത് സെൻട്രൽ ഗവൺമെന്റിന് പറ്റില്ല. കാരണം ഓരോരോ വലിയ സ്റ്റേറ്റിൽ എത്രയോ പഞ്ചായത്ത് ഉണ്ടല്ലോ. ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിന്റെയും കാലാവധി ഈ മെമ്പേഴ്സിന്റെ 5 കൊല്ലമാണ്. ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സൂപ്പർവിഷൻ, അതായത് ഇലക്ഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അവരെ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ ലോക്കൽ ബോഡീസ് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇതൊക്കെ ആകെ എന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ പറയാനുള്ളത്. ദ ക്രക്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇൻ എനി കൺട്രി ലൈസ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് ഭരണഘടന. നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ പോരാ, ആ സ്ഥാപനങ്ങള് അതിൻ്റെതായ മൂല്യം മെയിൻറ്റെയിൻ ചെയ്യണം, എത്തിക്സ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്തിനു വേണ്ടി സെറ്റപ്പ് ചെയ്തോ അത് നമ്മളെ ഇൻ ടോട്ടൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ച് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പോ ISRO, റോക്കറ്റ് ലോഞ്ചിങ്, മറ്റേ ഇതൊക്കെ ഇല്ലേ ഓരോന്ന്, സ്പേസ് പ്രോഗ്രാം, ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ചെയ്യണം. ആൻഡ് പ്രോസസ്സസ് കൺഡ്യൂസീവ് ടു പീപ്പിൾ ഡിസൈർ, മനുഷ്യൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ചെയ്യണം. ഓരോരുത്തർ ആഗ്രഹപ്രകാരം ഇതൊക്കെ ചെയ്യും. ഓരോരുത്തരെ പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമായുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പൊ അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇപ്പൊ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, എന്താണ് ജനങ്ങളുടെ മെഡിക്കൽ റിക്വയർമെന്റ് അല്ലേ അവിടെ ചെയ്യുന്നത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി അല്ലേ. അപ്പൊ ഇൻ അതർ വേർഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ഗവൺമെന്റ് ഫുൾഫിൽ. അപ്പൊ ലോക്കൽ ഗവൺമെന്റ് അതെ നമ്മുടെ ഡെമോക്രാറ്റിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്.
പിന്നെ കാരണം നോക്കൂ, നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, റോഡ്, അത് ഇത് കൾവൾട്ട്, ഇതൊക്കെ ചെയ്യില്ല, നമ്മുടെ ജനങ്ങളെ സേവിക്കുകയാണല്ലോ. പിന്നെ പൊളിറ്റിക്കൽ അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു മനുഷ്യന് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്, അതായത് എങ്ങനെയാണ് ഭരിക്കുക. കാരണം ഇവർക്കൊക്കെ പഞ്ചായത്തിലൊക്കെ ഗ്രാമസഭയിലൊക്കെ സീറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, എന്നിങ്ങനെ ജനങ്ങളെ എങ്ങനെ സേവിക്കുക, എന്തെല്ലാം അവരുടെ ആവശ്യങ്ങൾ, അപ്പോൾ അതേമാതിരി ഇതിന്റെ പ്രൊസീഡിങ്സ്, അക്കൗണ്ടിങ് അതൊക്കെ ഇല്ലേ, പിന്നെ ലോക്കൽ പീപ്പിളായിട്ടുള്ള റൂറൽ ഇവരൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതൊക്കെ അതേമാതിരി എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു അവർക്ക് വളരെയധികം അവയർനെസ് ഉണ്ടാവും. ഇത് ഗ്രൗണ്ട് ലെവലിലുള്ളതാണ്. അടുത്ത് അപ്പൊ മറക്കരുത്, പണ്ട് നമ്മുടെ ഹിമാചൽ പ്രദേശില് അതായത് സിംല മുനിസിപ്പൽ കോർപ്പറേഷനിലെ 15 ടൗണില്, അതായത് 1986 26 വർഷമായിട്ട് അവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല പഞ്ചായത്തില്. അതായത് അവിടുത്തെ കോർപ്പറേഷനിലും അതേമാതിരി പഞ്ചായത്തിലും 26 കൊല്ലമായിട്ട് ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല ഹിമാചൽ പ്രദേശില്. ഉദാഹരണം വേറൊന്ന്, നമ്മുടെ പഞ്ചാബില് പണ്ട് 1977 3 അവിടെ കോർപ്പറേഷൻ ഉണ്ട്. ജലന്ധർ, അമൃത്സർ, ഇതേമാതിരിയുള്ള കോർപ്പറേഷൻ ഉണ്ട്. അവിടെ പിന്നെ കുറേ കാലം ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് പോണ്ട, ഈവൻ നമ്മുടെ സംസ്ഥാനത്തിലും അതെ, പണ്ടൊക്കെ ഞാനുള്ള സമയത്ത് 20 കൊല്ലം പോലും ഒരു പ്രസിഡന്റ് 20 കൊല്ലം പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പഞ്ചായത്തിൽ 20 കൊല്ലം പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഉണ്ട് പണ്ട്. അപ്പൊ ഡെമോക്രാറ്റിക് വേ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ കാലത്ത്. ഇപ്പൊ അങ്ങനെയല്ല, 5 കൊല്ലത്തിനുള്ള ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണം. അപ്പോ ever since the adoption of the constitutional provision, the state passed their own legislation for the panchayat, and municipality incorporated the provision of setting up a state election. അപ്പൊ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തതിനു ശേഷം ഓരോരോ സംസ്ഥാനം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ വിധത്തിലാണ് അതിന്റെ മെമ്പർഷിപ്പും ഫംഗ്ഷനൊക്കെ. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കണം. കാരണം അവർക്കാണ് ഈ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് അധികാരമുള്ളൂ. സോ ദ കമ്മീഷൻ വുഡ് ഡിറ്റർമിൻ ടു വാട്ട് എക്സ്റ്റെന്റ് പീപ്പിൾസ് ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ്. കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. ഡെമോക്രസി പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് അല്ലേ. അപ്പൊ ഗ്രൗണ്ട് ലെവലിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അതായത് ബൈ വേ ഓഫ് സെറ്റിംഗ് അപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുള്ള ആളുകളുടെ കോപ്പറേഷനും സഹകരണ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദി ലോക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഗവൺമെന്റ് ടു ട്രാൻസ്ലേറ്റ് പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. അങ്ങനെ ഗവൺമെന്റിന്റെ എന്ത് തീരുമാനമുണ്ടോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കടമയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റും കൂടി പറയാനുള്ളത്, സപ്പോസ്, അതായത് മുമ്പിലേക്ക് തന്നെ പോവാം, 5 കൊല്ലത്തിന്റെ ഉള്ളില് സപ്പോസ് ആരെങ്കിലും എലക്ട് ചെയ്തിട്ട് അവർ മരിക്കുക എന്തെങ്കിലും ചെയ്തു വിചാരിക്കുക, മരിക്കുക വേറെ എന്തെങ്കിലും റിസൈൻ ചെയ്യുക എന്തെങ്കിലും ചെയ്തു വിചാരിക്കുക. അപ്പൊ ഫോർ ദ ബാലൻസ് പീരീഡ് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ മരിക്കുക, റിസൈൻ ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വേറെ പാർട്ടി പോവുക എന്തെങ്കിലും ചെയ്തു വിചാരിക്കുക, വേക്കൻസി എന്ന് വെച്ചാൽ ആ റിമൈനിങ് 1 ഇയറിന് വേണ്ടിയിട്ട് വേക്കൻസി ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ആ വാർഡിലോ പഞ്ചായത്തിലോ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. പക്ഷേ അവരുടെ കാലാവധി 1 ഇയറേ ഉള്ളൂ. കാരണം 5 കൊല്ലത്തിനുള്ള 4 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു മറ്റേ ആള്. ബാക്കി പുതിയ ആള് വരണതാണ് 1 കൊല്ലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഇലക്ഷൻ വരും. അപ്പൊ 2ാമത് വന്നത്തെ മത്സരിക്കുക, അത് വേറെ കാര്യം. പക്ഷെ അയാളുടെ കാലാവധി 1 കൊല്ലം കൂടി ഉള്ളൂ. 4 കൊല്ലം ആൾറെഡി ഒരാൾ ഭരിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് പറയാനുള്ളത്. പിന്നെ അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കോമ്പോസിഷൻ ആൻഡ് സെറ്റപ്പ്. ഇൻ ഓൾ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആർ ഹെഡഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു പഞ്ചാബില് എന്തുകൊണ്ടാണ് പഞ്ചാബിൽ കുറെ ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് അവർ ചെയ്തിട്ടുണ്ട്. അവര് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ, അതായത് അവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ IAS റിട്ടയർ ചെയ്ത ആളുകളോ സിവിൽ സർവന്റോ റിട്ടയർഡ് സിവിൽ സർവന്റോ റിട്ടയർഡ് ജഡ്ജോ നമ്മുടെ ഡെപ്യൂട്ടി
സോറി ഇവര് എന്താ പറയണ്ടേ, കമ്മീഷണറായിട്ട്, ഇലക്ഷൻ കമ്മീഷണറായിട്ട് അവർ അപ്പോയിന്റ് ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലായത്? നമ്മുടെ പഞ്ചാബില് കാരണം ഓരോ സ്റ്റേറ്റിലും ഓരോരോ വിധമാണ്. സോ അവിടെ എങ്ങനെ അറിയോ, ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യും. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി, അതായത് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 55 വയസ്സിന് മീതെ ആയിരിക്കണം. ഒരു ഫൈനാൻഷ്യൽ കമ്മീഷണർ റാങ്ക് വേണം. ഫൈനാൻഷ്യൽ കമ്മീഷണർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇത് വേണം അവർക്ക്. പിന്നെ അവരുടെ മിനിമം ഒരു 2 കൊല്ലെങ്കിലും സർവീസ് ബാക്കി വേണം. അതായത് ഇപ്പൊ 58 വയസ്സാണ്, 60 വയസ്സാണ് വിചാരിക്കുക, 58, ബാക്കി 2 കൊല്ലെങ്കിലും സെർവ് ചെയ്യാൻ പീരീഡ് അവർക്ക് വേണം. അല്ലെങ്കിൽ ഹൈക്കോടതിയിലത്തെ റിട്ടയർഡ് ജഡ്ജിനും നമ്മുടെ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാവാൻ പഞ്ചാബിൽ പറ്റും. പിന്നെ അവിടെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അവിടെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ എന്ന് വെച്ചാൽ അവിടെ അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി. ഇനി അപ്പൊ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ വേറെ സെക്രട്ടറി ഉണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സെക്രട്ടറി ഉണ്ട്. അതും പഞ്ചാബിലുണ്ട്. പിന്നെ വേറെ അപ്പൊ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷനെ പറ്റി, അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു, ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു, സെക്രട്ടറിയെ പറ്റി പറഞ്ഞു. ഇനി അതർ ഇലക്ഷൻ ഓഫീസേഴ്സ് ഇൻ പഞ്ചാബ്. എന്തിനീ പഞ്ചാബ് പറഞ്ഞാൽ ഇതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ. ഏകദേശം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ ഏകദേശം രൂപം കിട്ടും. അല്പം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ടുള്ളൂ. ഇതിലുണ്ട് എല്ലാം കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് വായിക്കുമല്ലേ നിങ്ങളെ യു ടു അഗൈൻ ആൻഡ് അഗൈൻ ഐ ആം ടെല്ലിങ് യു, ഈ ദർ ഇസ് നോ ഷോർട്ട് കട്ട്. സക്സസിന് ഷോർട്ട് കട്ട് ഇല്ല. ഹാർഡ് വർക്ക് വളരെ എസെൻഷ്യൽ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം. ഈ ക്ലാസ് നമുക്ക് കാരണം വിത്തിൻ 1 hour എത്ര ക്ലാസ് കവർ ചെയ്യാൻ പറ്റുക? മാക്സിമം കവർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ബുക്കാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആ പുസ്തകം വളരെ ലേറ്റസ്റ്റ് ആണ്. അത് നിങ്ങൾ വായിക്കണം. അല്ലാണ്ട് പരീക്ഷയുടെ തലേ ദിവസം നോക്കിയ പുസ്തകം നോക്കിയിട്ട് എഴുതരുത്. പിന്നെ ക്യാഷുള്ള അപ്രോച്ച് പാടില്ല. എനിക്ക് പറയുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എത്രയോ എവാലുവേഷനൊക്കെ അസൈൻമെന്റ് എവാലുവേഷൻ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. എത്രയോ കുട്ടികളുടെ പ്രൊജക്ട് ഗൈഡ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. കാഷ്വൽ അപ്രോച്ച് പറ്റില്ല. എവാലുവേഷൻ നല്ല എവാലുവേഷൻ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഗ്രേസ് മാർക്കൊന്നും കിട്ടില്ല. എഴുതിയതിന് മാത്രമേ മാർക്ക് കിട്ടൂ. കാരണം ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാണ്ട് നിങ്ങളെ പേടിപ്പിക്കാനല്ല പറഞ്ഞ യഥാർത്ഥ കാര്യമാണ് പറയുന്നത്. വായിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി പോകുന്ന സമയത്ത് നാളെ പരീക്ഷ വെച്ചാൽ ഇന്ന് പുസ്തകം രാത്രി തുറക്കുന്നത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇത് ലേറ്റസ്റ്റ് ആണ്, കോംപ്രഹെൻസീവ് ഇതുണ്ട് ഇതില്. അപ്പൊ അതുകൊണ്ട് പിന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഇത് വായിക്കണം. അതായത് നിങ്ങളുടെ അപ്രോച്ച് വളരെ വളരെ ഇതായിരിക്കണം, പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കണം. എന്തുകൊണ്ടത് പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ എല്ലാവരും വളരെ കോമ്പറ്റന്റ് ആയ ആളുകളാണ്, വളരെ നല്ല ആളുകളാണ്. പക്ഷെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇതിന്റെ അത്തരത്തിൽ ചില സമയത്ത് ഇത് പാടില്ല. അപ്പൊ ഇന്ന് തന്നെ കണ്ടു ഞാൻ വാട്സാപ്പിൽ ഒരു കുട്ടിയുടെ 30th നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്. 30th അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഒരു കാഷ്വൽ അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. അത്തരത്തിൽ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ എന്റെ ഈ വാട്സാപ്പിൽ ഇപ്പൊ ഉണ്ട് ഇന്ന് വന്നൊരു മെസ്സേജ്. അതായത് 30th ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് നമ്മുടെ അസൈൻമെന്റ്. ആ കുട്ടി ആ ഗ്രൂപ്പിൽ വേറെ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തോ 30ാം തീയതി? എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഞാനതിൽ പാർട്ടിയിൽ വളരെ അധികം എന്താ പറയണ്ടേ ഇൻവോൾവ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിയെ എനിക്ക് ഫോളോ ചെയ്യേണ്ടി വന്നു. മന്ത്രി വരണ സമയത്ത് ഞാൻ ഓഫീസിൽ തിരക്കായിരുന്നു. അറിവ് ബോധപ്പെട്ട് നമ്മൾ മന്ത്രിയെ നോക്കുക, അതേമാതിരി ബൈ ഇലക്ഷൻ നോക്കുക, നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയെ നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ടൈം മീൻസ് മണി, ടൈം മീൻസ് പ്രഷ്യസ്. ദയവ് ചെയ്ത് ഒന്ന് ഓർക്കണം, ടൈം, എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ഈസ് വെരി എസെൻഷ്യൽ. കാരണം ടൈം ഈസ് റണ്ണിങ് ബാക്ക്വേർഡ്, നോട്ട് ഫോർവേഡ്. നിങ്ങൾ വിചാരിക്കും 12 കഴിഞ്ഞാൽ 12, 1, 12, 2, 5 അങ്ങോട്ട് ഫോർവേഡ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ബാക്ക്വേർഡ് ആണ്. എന്താ കാരണം അറിയോ? 12:01, 12:02, 12 മണി 5 മിനിറ്റ് കഴിഞ്ഞാൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ഈ ഡേറ്റ് എന്നെങ്കിലും തിരിച്ചു കിട്ടുക. സോ വാട്ട് എവർ ടൈം യു ലോസ്റ്റ്, ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. മനസ്സിലായോ? 12 മണി അടുത്തതും വരും, പക്ഷെ തീയതി മാറിയില്ലേ. രാത്രിയും വരും, അത് കഴിഞ്ഞിട്ടും വരും, ഒക്കെ അതൊക്കെ വരും, പക്ഷെ തീയതി മാറിപ്പോയില്ലേ. അപ്പോ ഈച്ച് മിനിറ്റ് ഈസ് പ്രഷ്യസ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. കടലിലെ തിരമാലയും സമയവും ആരെയും കാത്തു നിൽക്കില്ല. പോവോ? കടലിൽ പറയുകയാണ് നിങ്ങൾ തിരമാല വരരുതേ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ പറയാൻ പോവോ? ഇല്ലല്ലോ. അതേമാതിരിയാണ് സമയം. അത് ടിക് 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 പോവും. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയട്ടെ, കാരണം കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. മനസ്സിലായോ? വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, ടൈം ഈസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി റൂളർ. ഇതൊന്നും പുസ്തകത്തിലില്ല കേട്ടോ. അതായത് സമയം എല്ലാവർക്കും ഈക്വൽ ആണ്. 24 മണിക്കൂറേ ഉള്ളൂ. മുകേഷ് അംബാനിക്കോ രത്തൻ ടാറ്റയ്ക്കോ 25 മണിക്കൂറില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കോ ചീഫ് മിനിസ്റ്റർക്കോ ഇല്ല. നിങ്ങൾക്കും എനിക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം ഇതെല്ലാം കേൾക്കുക കേട്ടോ. അപ്പോൾ കാരണം എന്തൊക്കെ, ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ? കാരണം സമയം, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. 5 o'clock ട്രെയിൻ ഉണ്ട് വിചാരിക്കുക, 5 PM ഒരു ട്രെയിൻ ഉണ്ട് വിചാരിക്കുക. പണ്ടൊക്കെ അരമണിക്കൂർ 1 മണിക്കൂർ വണ്ടി ലേറ്റ് ആയിട്ടാണല്ലോ വരിക പ്ലാറ്റ്ഫോമൊക്കെ. നിങ്ങൾ ഇന്ന് 5 മണിക്കുള്ള ട്രെയിൻ നിങ്ങൾ 5:05 വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യോ, വണ്ടി പോയി പിന്നെ റെയിൽവേ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? അതായത് 5 o'clock ഒരു ട്രെയിനിന്റെ ഡിപ്പാച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5:05 പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും വണ്ടി ഇങ്ങനെ പോകുന്നത്. പക്ഷെ ആ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ ടൈമിന് എത്തിയിട്ടുണ്ടോ അവിടെ? അപ്പോൾ ടൈം വളരെ പ്രഷ്യസ് ആണ്. ടൈം ഈസ് മണി. ഓക്കെ? അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസ്, അതായത് ഓരോരോ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസ് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഇലക്ഷൻ നടക്കല്ലോ, നമ്മുടെ പഞ്ചായത്തിന് ഇതൊക്കെ നമ്മുടെ കലക്ടറാണ് അതെല്ലാം മാനേജ് ചെയ്യേണ്ടത് അവിടെ. പിന്നെ രജിസ്ട്രേഷൻ ഓഫീസർ, നമ്മുടെ ഓരോരുത്തരുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, പേരും നാളും മറ്റേതൊക്കെ കൊടുക്കണ്ടേ, അതൊക്കെ അതിനുള്ള ഓഫീസ് ഉണ്ട്. റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്. അതായത് റിട്ടേണിംഗ് ഓഫീസർ എന്താ, നമ്മുടെ നോമിനേഷൻ കൊടുക്കേണ്ട ആർക്കാണ്, ഇലക്ഷൻ ടൈമിൽ ആർക്കാണ് കൊടുക്കുന്നത്, അതിനൊരു ഓഫീസർ, ഓതറൈസ് ഓഫീസർ ഉണ്ടാവും, അതാണ് റിട്ടേണിംഗ് ഓഫീസർ. പോളിംഗ് സ്റ്റേഷൻ അറിയാലോ, ബൂത്ത്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, ബൂത്തിലത്തെ ഓഫീസർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പെട്ടിയൊക്കെ സുരക്ഷിതമാണോ, ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ക് അതേമാതിരി ഇതൊക്കെ പ്രോപ്പറാണോ, അതേമാതിരി ഇപ്പോൾ സെക്യൂരിറ്റി, ചിലയിടത്ത് ആംഡ് ഫോഴ്സ് വേണ്ടി വരും, ചില സമയത്ത് പലതും ട്രബിൾഡ് ഏരിയയും ഡിസ്റ്റർബ്ഡ് ഏരിയയൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കേണ്ടതാണ്. അതിനൊക്കെയാണ്. അപ്പൊ അതൊക്കെ നോക്കുക. ഇതെല്ലാം പുസ്തകത്തിലുണ്ട് കേട്ടോ. അടുത്ത് ആഫ്റ്റർ ദി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പവേഴ്സ്. അപ്പൊ ഇവരുടെ പവർ എന്തൊക്കെയാ നോക്കുക. ഒന്നാമത്, ഒരു സിവിൽ കോർട്ടിന്റെ അധികാരം, ഇലക്ഷനെ സംബന്ധിച്ച് സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട്. ഒന്ന്, ഇലക്ടറൽ റോൾസ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയില് എത്ര പേരുണ്ട്, ആളുകളുണ്ട്, വോട്ടിന് അത് എലിജിബിളായ 18 വയസ്സിൽ മീതെ എത്ര ആളുണ്ട്, അതിനെ പ്രിപ്പറേഷൻ ഇലക്ടറൽ റോൾ. 2, അപ്പോയിന്റ്മെന്റ് ഓഫ് ഡേയ്സ് ഫോർ നോമിനേഷൻ. പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡേറ്റ്, നോമിനേഷന്റെ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് സ്വീകരിക്കരുത്. 5 മണി വരെയാണ് വെച്ചാൽ 5 മണിയിൽ സ്വീകരിക്കാൻ പാടും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വീകരിക്കാൻ പാടില്ല, ഒരു ഇൻവാലിഡ് ആയിരിക്കും. അപ്പൊ ഡേറ്റ് ടൈമൊക്കെ വളരെ സൂക്ഷ്മ ഇതിൽ വേണം അഡ്യർ ചെയ്യണം കേട്ടോ. പബ്ലിക് നോട്ടീസ് ഓഫ് ഇലക്ഷൻ. പിന്നെ ഇലക്ഷൻ കണ്ടക്ട് മുമ്പേ കൂട്ടിയിട്ട് നോട്ടിഫൈ, ഇന്ന ദിവസം നിങ്ങൾക്ക് പത്രങ്ങളിൽ വരും, ഇന്ന ദിവസം ഇലക്ഷൻ ആണ്, അല്ലെങ്കിൽ പിന്നെ നോമിനേഷൻ കൊടുക്കുന്ന ഇന്ന ദിവസം, വിഡ്രോവൽ ഇന്ന ദിവസം, ക്യാൻവാസിങ് ഇത്ര ദിവസം, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ക്യാൻവാസിങ് ഇത്ര ദിവസം, വോട്ടിംഗ് ഇന്ന ദിവസം, അതെല്ലാം പബ്ലിക് ഇത് വരും. പിന്നെ അടുത്തത്, നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഇലക്ഷൻ. അപ്പോൾ ഈ കാൻഡിഡേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാൻഡിഡേറ്റിന്റെ ചുമ്മാ നോമിനേഷൻ കൊടുത്താൽ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിൽ ഡിക്ലറേഷൻ ഉണ്ട്, അഫിഡവിറ്റ് ഉണ്ട്, നിങ്ങളുടെ സ്വത്ത് ഇതെല്ലാം ഡിക്ലെയർ ചെയ്യണം. മൂവബിൾ, ഇമ്മൂവബിൾ,
ലാൻഡ് എന്തൊക്കെ ഉണ്ടല്ലോ, മക്കളുടെ ഭാര്യയുടെ ഒക്കെ സ്വത്ത്, ഇതൊക്കെ അതിൽ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല എങ്കിൽ ഇൻവാലിഡ് ആയിട്ട് പരിണമിക്കും പിന്നീട് ഇലക്ഷൻ. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് കോൺടെസ്റ്റിംഗ് കാൻഡിഡേറ്റ്. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ, നമ്മുടെ ആളുകൾ ചില സമയത്ത് നോമിനേഷൻ കൊടുത്താലും വിഡ്രോ ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ആളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. വിഡ്രോ ചെയ്യാത്ത ആരൊക്കെ ഉണ്ടോ അവർക്ക് പബ്ലിഷ് ചെയ്യണം. അവർക്ക് ചിഹ്നം കൊടുക്കേണ്ടത് ചുമതല ഇവർക്കാണ്. പിന്നെ ഇലക്ഷന്റെ ടൈം ഓർക്കണം. ഇവിടെ ചിലപ്പോൾ 8 മണി മുതൽ 5 മണി വരും, ചില സമയത്ത് 8 മണി മുതൽ 6 മണി വരെ കൊടുക്കണം. എന്താ കാരണം വെച്ചാൽ ഓരോരോ സാഹചര്യം, ഹില്ലി ഏരിയ ഉണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും ചില സമയത്ത് ചിലയിടത്തൊക്കെ. അപ്പം നമ്മൾ കുറച്ച് ടൈം കൂടുതൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇവർ തീരുമാനിക്കും. അഡ്ജേൺ. പിന്നെ ചില സമയത്ത് ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. കാരണം എന്തെങ്കിലും അൺഫോർസീൻ മഴ, അതേമാതിരി നാച്ചുറൽ കലാമിറ്റി, അപ്രതീക്ഷിതമായ ലാൻഡ് സ്ലൈഡിങ്, ഫ്ലഡ്, ഇതൊക്കെ ഇല്ലേ, ആ സമയത്ത് ചില സമയത്ത് പോള് നീട്ടി വെക്കേണ്ടി വരും. എമർജൻസി സർക്കംസ്റ്റാൻസസിൽ എമർജൻസി എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത്. പിന്നെ വോട്ട് കൗണ്ടിങ് പറഞ്ഞാൽ എണ്ണ മാത്രമല്ലല്ലോ, അതിന് മുമ്പ് അറേഞ്ച്മെന്റും വേണ്ടേ, ടെലകാസ്റ്റ്, അത് ഇത് മെഷീൻ എല്ലാം കൊണ്ടുവരണം, അപ്പോഴേക്ക് കൊണ്ടുവരണം. അത് പോലീസ് ഇത് വേണം, പിന്നെ അവരുടെ ഓരോരുത്തരുടെ റെപ്രസെന്റേറ്റീവ്സ് വേണം, അവരുടെ മുമ്പിൽ ഇത് വേണം, മുമ്പേ കൂട്ടി ഡിക്ലെയർ ചെയ്യണം എവിടെയാണ് ഇത് കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലീഡിങ്, ഇതൊക്കെ അറിയിക്കണം. അതൊക്കെ കംപ്ലീറ്റ് ഇതൊക്കെ ഇവരുടെ ചുമതലയാണ്. അടുത്ത ഇനി പറയാൻ പോകുന്നത് ഇലക്ഷൻ ട്രിബ്യൂണൽ. ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ഷന് ഓരോരോ ട്രിബ്യൂണൽ വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ ബിഫോർ ദ ഇലക്ഷൻ ട്രിബ്യൂണൽ. അതായത് ഏതെങ്കിലും വിധത്തിൽ കറപ്റ്റ് പ്രാക്ടീസ്, എന്താ കറപ്റ്റ് പ്രാക്ടീസ്? കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക, എങ്ങനെയെങ്കിലും എന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ട്രിബ്യൂണലിൽ അപ്രോച്ച് ചെയ്യാം. അതുകൂടാതെ എനിമിറ്റി, അതായത് ചില മതപരമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ട് പരിണമിക്കും. പിന്നെ കറപ്റ്റ് പ്രാക്ടീസ്, എന്താ കറപ്റ്റ് പ്രാക്ടീസ്? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകണ്ട, അവിടെ വീട്ടിലിരുന്നോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ എൻ്റെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓരോരോ വോട്ടിന് ഞാൻ 500 രൂപ തരാം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും പാടില്ല. അതെല്ലാം കറക്റ്റ് പ്രാക്ടീസിൽ പെടും. അങ്ങനെ തെളിവുണ്ട് എങ്കിൽ ആ ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ട് കരുതും, അവന് ഇത് സീറ്റ് പോകും. അപ്പോൾ അതൊന്ന്. പിന്നെ ഇപ്പൊ ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ട്രിബ്യൂണലിനാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓരോ സ്റ്റേറ്റിലുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തൃപ്തികരല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ പോകാം. പക്ഷേ ഓർമ്മിക്കണേ, ഇലക്ഷൻ ട്രിബ്യൂണലിന്റെ ഫൈനൽ ഡിസിഷൻ മിക്കവാറും ഹൈക്കോടതിയിലൊക്കെ പോയാൽ വളരെ ദുർലഭം, 5% പോലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. കാരണം ഇവരതിന്റെ തീരുമാനം എടുക്കാൻ, കാരണം ഇവരതിന്റെ അധികാരികളാണ്. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ ഗത്യന്തരമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ചിലപ്പോൾ 1%, 2% മാത്രമാണ് ഹൈക്കോടതിയിൽ ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഇവരൊക്കെ ഓരോരോ അതോറിറ്റിയാണ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം ട്രിബ്യൂണല്. പിന്നെ അപ്പൊ അതിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ട് എന്നുള്ളൂ ഹൈക്കോടതിയിൽ പോകാൻ. നൗ റോൾ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ as mandated by the 73rd and 74th Constitutional Amendment Act, the State Election Commission were established and are playing an important role. നമ്മുടെ ലോക്കൽ ഇതില് വളരെയധികം ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ ഇത് എൻഷുർ ചെയ്യാൻ നമ്മുടെ ഇത് ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം പ്രാധാന്യം ചെയ്യുന്നു. പിന്നെ വളരെ നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ മാതിരി തന്നെയാണ് ഇതും. അവര് മറ്റുള്ളത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു, അസംബ്ലി, ലോക്സഭ, അതേമാതിരി പ്രസിഡന്റ്, നമ്മളിവിടെ പഞ്ചായത്ത് വേണ്ടത്രയുണ്ട് ഇവിടെ ജോലി. എത്ര 770ഓളം പഞ്ചായത്ത് ഉണ്ട് ഓരോരുത്തർ. ഇപ്പൊ ഈ സ്റ്റേറ്റ് ലൈക്ക് കേരള മോർ ദാൻ 700 പഞ്ചായത്ത് ഉണ്ട്. ഇവരുടെയൊക്കെ ഇലക്ഷൻ നടത്തണ്ടേ? മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്രയോ 60, 78 എത്രയും അറിയില്ല എനിക്ക്. പിന്നെ 6ഓളം മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, ഇവരുടെയൊക്കെ ഇലക്ഷൻ നടത്തണ്ടേ? മേയറും മറ്റേതൊക്കെ ലോട്ട് ഓഫ് വർക്ക് ഉണ്ട്. അപ്പോ നോ, state election commissions are performing variety of function role. Their role may be categorized regulatory, നിയമത്തിനനുസരിച്ചിട്ട് നിയമങ്ങൾ പാലിക്കണം, അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം, ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇത് ജുഡീഷ്യൽ ഉണ്ട്, അതാണ് ട്രിബ്യൂണൽ. ഇവർക്ക് ഒരു ഇത് ജുഡീഷ്യറി ഒരു ഇതാണ്. അവര് ക്വാസി ജുഡീഷ്യൽ, സെമി കോടതിമാരിയാണ്. ഇവര് അന്തിമ തീരുമാനം എടുക്കും. ഇൻഫാക്ട് ഇൻ എനി ഇലക്ഷൻ പ്രോസസ് എപ്പോഴും ഇലക്ഷനിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവല്ലോ, ചിലർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ആർ ലൈക്ലി ടു ബി റേസ്ഡ് ബൈ വൺ ഓർ അതർ. പക്ഷേ 1%, 2%ഒക്കെയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. അതേമാതിരി റീകൗണ്ടിങ്ങോ മറ്റേതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര. പക്ഷെ ഇന്ന് വളരെ വളരെ ദുർലഭമാണ്. 1%, 2%ഒക്കെയാണ് രണ്ടാമത്
ഈ കോടതിയിൽ പോകുന്ന കേസുകളാണ്. അത് വളരെ അക്യുറേറ്റ് ആണ്. വെൽ അഡ്മിനിസ്ട്രേറ്റഡ് ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റിലും സെൻട്രലിലും. സോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ബൂത്ത് ക്യാപ്ചർ അസാധ്യമാണ്. കാരണം ഡിസ്റ്റർബ്ഡ് ഏരിയയിൽ ആർമഡ് ഫോഴ്സസ് ഉണ്ടാവും, മുമ്പേ കൂട്ടി ഡിപ്ലോയ് ചെയ്യും. CRPF അവിടുത്തെ പോലീസ് അല്ല, ലോക്കൽ പോലീസ് അല്ല. അവർക്ക് പ്രശ്നമില്ല, അവർ തെറ്റ് കണ്ടു അവിടെ പിടിച്ച് ആളത്തിടും. ആരെ? ഇന്ത്യൻ ടിബറ്റൻ പോലീസ്, CRPF, സെൻട്രൽ ഫോഴ്സ് ആണ് അവര്. ഇപ്പൊ എവിടെയെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലോക്കൽ പോലീസിനല്ലേ പറ്റൂ. അപ്പൊ അവിടെ കാവൽ നിൽക്കുന്ന മറ്റുള്ളവർ ഒരു മിനിറ്റ് ബാലറ്റ് ബോക്സ് സ്റ്റോർ ചെയ്യുന്നത് കാത്തു നോക്കിയിട്ട് മറ്റേ CRPF മറ്റേ CSFും അതേമാതിരി ഇന്തോ ടിബറ്റൻ പോലീസ് ഫോഴ്സ് ഇതേമാതിരിയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. കാരണം ലോക്കൽ ആകുമ്പോൾ ചില ഇൻഫ്ലുവൻസ് ഉണ്ടോ ചില സമയത്തെ അവര് അത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ ആളുകൾക്ക് കോൺഫിഡൻസ് ബിൽഡിങ് എന്താണ് ഡെമോക്രാറ്റിക് സത്യസന്ധതയോടുകൂടി അങ്ങനെ ചെയ്യാനാണ്. പിന്നെ ഇത് പറയൂ, ഇത്രയധികം 138 crores ജനങ്ങളുള്ള 30 കോടി ജനങ്ങൾ അമേരിക്കയിലുള്ളത്. നമ്മളതിന്റെ എത്ര ഇരട്ടിയൊന്നും അറിയിച്ചാൽ മതി. ഈ ഇത്രയധികം സ്റ്റേറ്റ്, ഇത്രയധികം ജനം ഉള്ള ഒരു രാജ്യത്തില് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇലക്ഷൻ കണ്ടക്ട് സ്മൂത്ത്, മിക്കവാറും എല്ലാം സ്മൂത്ത് തന്നെയാണ്. വളരെ ദുർലഭം അവിടെ ഇവിടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലേ ചിലപ്പോ ബ്രദറായിട്ടും സിസ്റ്ററായിട്ടും ഒക്കെ അതേമാതിരിയുള്ളൂ. അല്ലാണ്ട് സീരിയസ് ആയിട്ട് ഒരു രക്ഷ എടുക്കും. അതിന് നിയമമുണ്ട്. ഒന്നുകളൊന്നും ആലോചിച്ച് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനും നീബറിംഗ് കൺട്രീസിൽ, ഞാൻ പേര് പറയുന്നില്ല, ഈ ഇലക്ഷൻ ഒന്ന് നോക്കി നോക്കൂ. പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ഇന്ത്യ വെരി വെരി വി ആർ ഫോർച്ചുനേറ്റ്. കാരണം ഇന്ത്യയുടെ പല പ്രത്യേകതയുണ്ട് ലോകത്തിൽ, മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മുടെ ഒരു വൈബ്രന്റ് ഫോഴ്സ് ആയിട്ട് നടക്കുന്ന ലോകത്തിൽ, മനസ്സിലായോ? കാരണം ജനങ്ങളുടെ The faithful discharge of duty of the State Election Commission. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വളരെ, കാരണം എന്താ പറയുക, ഗ്രൗണ്ട് ലെവലിലെ ഇലക്ഷൻ ഒക്കെ ഇവരെ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് എത്ര പഞ്ചായത്ത് എങ്ങനെയൊക്കെ നടക്കുന്നത്, ഓരോ വികസനം നോക്കൂ, റൂറൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പഞ്ചായത്തിൽ ചെയ്യുന്നത്. നമ്മൾ കോവിഡ് ടൈമില് വാക്സിനേഷൻ, ഇത് ഭക്ഷണം ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ആളുകളുടെ പേഷ്യൻസിന്റെ അവരുടെ ഷെൽട്ടർ, താമസിക്കുന്ന സൗകര്യം, ട്രീറ്റ്മെന്റ്, മരുന്ന് സപ്ലൈ ഒക്കെ ആര് ചെയ്യുന്ന ലോക്കൽ ഇതല്ലേ. പിന്നെ പല പല മേളാസ്, ഓണച്ചന്ത, മറ്റേ ക്രിസ്മസ്, ഇത് എല്ലാം നമ്മുടെ ഇവരെല്ലാം ചെയ്യുന്നത്. നൗ ദ കമ്മീഷൻ ഓവർ ദ ESS enhance the credibility. വളരെ നന്നായിട്ട് ഇത് നമ്മുടെ ചെയ്യുന്നുണ്ട്. ഓരോരോ ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ വളരെ നല്ല കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. നല്ല നമ്മുടെ ഭരണഘടന ഏത് പ്രകാരം ആഗ്രഹിച്ചു അതേ വിധത്തിലെ എല്ലാ ഇലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ജൂലൈയില് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കും. അതിന് മുമ്പേ തന്നെ 1 മാസം മുമ്പേ പ്രോസസ്സ്. അത് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ്, ഉടനടി വൈസ് പ്രസിഡന്റ്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ ഇലക്ഷൻ, അടുത്ത കൊല്ലം മറ്റേ ഇലക്ഷൻ, അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ? അതാണ് ഡെമോക്രസി. അപ്പൊ ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ. സോ ഇറ്റ് ഹസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് state election commissions are playing important role in conducting free, fair and timely elections in order to strengthen the root of democracy. അങ്ങനെ നമ്മുടെ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യുന്നു. അടുത്ത യൂണിറ്റ് 9 ലോക് ആയുക്ത. നമ്മുടെ എന്താണ് ലോക് ആയുക്ത? അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തത്, കേട്ടോ. എന്താണ് ലോക് ആയുക്ത? അതായത് നമ്മുടെ കറപ്ഷൻ, അതായത് ഞാൻ പറയാം ലോക് ആയുക്ത. പിന്നെ ആദ്യം ഞാൻ ഇംഗ്ലീഷ് പറയട്ടെ. ഇൻവെസ്റ്റിഗേറ്റ്, ഇവര് ഒരു ജുഡീഷ്യറി മാതിരി ഒരു ഇതാണത്. ഓരോരോ സ്റ്റേറ്റിലും ഉണ്ട് ലോക് ആയുക്ത. ലോക്പാൽ സെൻട്രലാണ്. അപ്പോ ഈ 2013 ഒരു ലെജിസ്ലേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. ലോക് ആയുക്ത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ കറപ്ഷൻ, അതായത് സ്റ്റേറ്റ് ലെവൽ, മറ്റേത് സെൻട്രൽ ലെവലാണ് ലോക്പാൽ. അതേമാതിരി നമ്മുടെ ഓഫീസേഴ്സിന്റെ അതേമാതിരി അവരുടെ കറപ്ഷൻ, പിന്നെ സിവിൽ സർവീസിലെ അതേമാതിരി റെക്കമെൻഡേഷനെ പറ്റി ആക്ഷൻ എടുക്കുന്നത് ഗവൺമെന്റ് ആണ്, കേട്ടോ, ലോക് ആയുക്ത. അപ്പൊ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ദിസ് തിങ് വർക്ക് ഓൺ ടു ക്യാരി. അതേമാതിരി കറപ്ഷന്റെ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് ലോക് ആയുക്ത വളരെയധികം റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോരോ ലോക് ആയുക്ത ഇതുകൊണ്ട് ഓരോ ചീഫ് മിനിസ്റ്റർ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്, മന്ത്രിമാര് രാജിവെക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ലോക്പാൽ,
അണ്ണാ ഹസാരെ ലോക്പാൽ നമ്മുടെ സെൻട്രൽ കൊണ്ടുവരാൻ ലോക്പാലിന്റെ പിന്നീട് ഞാൻ പറയാം. എന്താണ് ലോകായുക്ത? ലോകായുക്ത സ്റ്റേറ്റിൽ ഉള്ളതാണ്. അത് വരുന്ന നമ്മുടെ കറപ്ഷൻ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനറിയാണ്. സിറ്റിസൺ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മുടെ മാത്രമല്ല ഇന്ത്യ മാതിരി ഒരു രാജ്യം കറപ്ഷനിൽ വളരെ 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 കൂടുതലാണ് കറപ്ഷൻ രാജ്യത്ത് ആസ് കമ്പയർ ടു മെനി അതർ കൺട്രീസ്. അപ്പോൾ ആ കറപ്ഷൻ എത്രത്തോളം നമുക്ക് വി ഹാവ് ടു ബ്രിങ് ഡൗൺ ദ കറപ്ഷൻ, ട്രാൻസ്പെറന്റ് വേ അഡ്മിനിസ്ട്രേഷൻ ഇസ് ടു റൺ. അതിന് ലോകായുക്ത ഈസ് പ്ലേയിങ് എ റോൾ. ആ കാരണം എങ്ങനെ ഓരോരോ ഓഫീസർമാരുടെ കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാം, അവരെ ഇതിനുള്ള ഒരു അവരെ കോസി ഒരു ജുഡീഷ്യൽ പവർ ഇവർക്കുണ്ട്. ഓക്കെ, അടുത്ത് ഇൻട്രൊഡക്ഷൻ. ലോകായുക്ത ഈസ് എൻ ആന്റി കറപ്ഷൻ ഇല്ല തടയല്. ഒംബുഡ്സ്മാൻ. ഓക്കെ, എന്താണ് ഒംബുഡ്സ്മാൻ പറഞ്ഞ? ഉദ്യോഗസ്ഥൻ. ഓക്കെ, ഉദ്യോഗസ്ഥന്മാർക്കെതിരായ പരാതികൾ പരിശോധിക്കാൻ നിയമപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. അതായത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാതികൾ പരിശോധിക്കാൻ നിയമപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ലോക്പാൽ 2013 ലോക്പാൽ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് കറപ്ഷന്റെ അത് പിന്നീട് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ യൂണിറ്റി ലോകായുക്താണ് സ്റ്റേറ്റിന്റെ ആണ്, ഇത് സെൻട്രലാണ് ലോക്പാൽ. 2013 പേവ്ഡ് ദ വേ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്പാൽ അറ്റ് ദ സെന്റർ. കണ്ട, ലോക്പാൽ അറ്റ് ദ സെന്റർ, മറ്റേ ലോകായുക്ത സ്റ്റേറ്റ്. ദ ലോകായുക്ത അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു എൻക്വയർ ഇൻ ടു അലിഗേഷൻ ഓഫ് കറപ്ഷൻ against public functionaries and for related matters. It is known fact that corruption is a major problem which endangers stability and security. രാജ്യത്തിന് തന്നെ ഡേഞ്ചറസ് ആണ് കറപ്ഷൻ. സപ്പോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലഴിമതി, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിലഴിമതി, വെപ്പൺ വാങ്ങുമ്പോൾ അതിലഴിമതി, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാം അഴിമതി ആകുമ്പോൾ നമ്മുടെ രാജ്യത്തിനല്ലേ ഇത് തെറ്റാൻ സോഷ്യോ എക്കണോമിക് ഫാബ്രിക്. ചിലർ പണക്കാരായിട്ട് പരിണമിക്കുന്നു, പൂവറായിട്ടുള്ള ആളുകൾ പൂവറായിട്ട് പരിണമിക്കുന്നു. അപ്പൊ അത് പിന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടറാണത്. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അണ്ടർമൈൻ ദ വാല്യൂ ഓഫ് ഡെമോക്രസി. അത് ഡെമോക്രസിയുടെ വാല്യൂ കമ്മിയാക്കും, മൊറാലിറ്റി കമ്മിയാക്കും, പ്രിൻസിപ്പിൾ കമ്മിയാക്കും. ഇൻഎഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷന്റെ മെക്കാനിസം ഇന്നാപ്റ്റ്, നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കറപ്ഷൻ നടക്കും. നേരെ മറിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്കും ചെയ്യാനുള്ള പേടി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കാരണം if you take strict action, then lack of transparency, സത്യസന്ധതയോട് കൂടി ചെയ്യണം, റെസ്പോൺസിവ്നെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് ഓരോരുത്തർ ചെയ്യേണ്ട കടമയുണ്ട്, അവർ ചെയ്യണം. ഓരോരുത്തർ ഉത്തരവാദിത്തം ഉണ്ട് ഓരോ ജോലി ചെയ്യാൻ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ. ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻഎഫക്റ്റീവ് പബ്ലിക് സർവീസ്. നമ്മുടെ പബ്ലിക് സർവീസ് ഇൻഎഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ എന്താ പ്രയോജനം? സിവിൽ സർവന്റ്. അപ്പോ അവരെ എഫക്റ്റീവ് ആക്കണം. അപ്പൊ ഈ കറപ്ഷൻ ഇതൊക്കെ നടക്കുന്നെങ്കിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ശരിയാവും. മനസ്സിലായില്ലേ? ഫിനോമിന ഓഫ് കറപ്ഷൻ ഹാസ് ബിക്കം വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഫോർ ദ ടാർഡി പ്രോഗ്രസ്. അങ്ങനെ നമ്മുടെ പല പ്രൊജക്റ്റും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായില്ലേ? കറപ്ഷൻ കേസിൽ പല യൂണിറ്റും നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കറപ്ഷന്റെ ഇതുകൊണ്ട് നമുക്ക് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അംബീഷ്യസ് പ്രൊജക്ട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഗവൺമെന്റ് റിസൾട്ടിങ് ഹ്യൂജ് ലോസ് ആയിട്ട് വരുന്നുണ്ട്. കാരണം പല കമ്പനികളും ഐ തിങ്ക് യു ആർ നോയിങ് എവറിഥിങ്, നോ നീഡ് ടു ടെൽ. എല്ലായിടത്തും അതേമാതിരി ലോസ് കാണിക്കുക, അതേമാതിരി പല വിധത്തിലുള്ള ഇടപെടുക, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, അങ്ങനെ ലോസ് വരുന്നു. അത് എക്സ്ചെക്കറിന്, നമ്മുടെ ട്രഷറിക്ക് പൈസ ഉണ്ടാവാൻ വരുന്നു. കറപ്ഷൻ ഹാസ് ബിക്കം ഒബിഗ്യസ്. ഓക്കെ, യെസ്, ഓക്കെ, അതായത് സർവവ്യാപി. ഓക്കെ, യെസ്, നോൺ സോ ഇൻഎഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞു. ഫിനോമിന ഓഫ് കറപ്ഷൻ ഹാസ് ബിക്കം വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെന്റിംഗ് അംബീഷ്യസ് പ്രൊജക്ട്, അത് പറഞ്ഞു. അപ്പൊ ഇത് ഒരു സർവ്വവ്യാപിയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. ഇനി ലോകായുക്ത എവല്യൂഷൻ, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. The first Administrative Reforms Commission recommended the setting up of two special authorities designated Lokpal. അപ്പൊ ഇനി ലോക്പാലിനെ പറ്റിയിട്ടും ഒന്ന് പറയാം. ലോക്പാൽ 2013 ലോക്പാൽ സെൻട്രലിന് വേണ്ടിയാണ്. അതായത് ടു എൻക്വയർ ഇൻ ടു അലഗേഷൻ ഓഫ് കറപ്ഷൻ. അത് അഴിമതികളെ, സെൻട്രൽ ഗവൺമെന്റിലെ അഴിമതികളിലെ ഇമ്പോർട്ടന്റ് പബ്ലിക് ഫങ്ഷണറീസ് ലൈക്ക് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, MP, ഗ്രൂപ്പ് എ വളരെ ടോപ്പ് ഓഫീസേഴ്സ്, അതേമാതിരി ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ
മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നതാണ് ലോക്പാൽ ബില്ല് പാസ്സാക്കിയത് 2013 അതേമാതിരി ലോകായുക്ത 68 മനസ്സിലായോ? അപ്പൊ ഇവിടെ 2 significant institutions were to set up the pattern institution ombudsman in Scandinavian countries and the parliamentary commission. ഇത് അവിടുത്തെ അതേമാതിരി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ന്യൂസിലാൻഡിലെ മറ്റുള്ള അതേമാതിരി നമ്മൾ അഡോപ്റ്റ് ചെയ്ത കറപ്ഷൻ. കാരണം പല പല രാജ്യങ്ങളും ഓർമ്മിക്കണേ, പാകിസ്ഥാന്റെ ഒപ്പാണ് നമ്മുടെ പാകിസ്ഥാൻ അതേമാതിരി മറ്റുള്ള രാജ്യങ്ങളിലെ ബംഗ്ലാദേശിന്റെ പിന്നിലാണ് ഇന്ത്യ കറപ്ഷനില്. നമ്മളെ വളരെ നമ്മള് എന്താ പറയണ്ടേ, നമ്മുടെ ഇത് അവരുടെ ഇൻഡെക്സിൽ കറപ്ഷൻ ഇൻഡെക്സിൽ നമ്മുടെ രാജ്യം വളരെയധികം എന്താ പറയണ്ട ബാക്കിലാണ്. മനസ്സിലായില്ലേ? അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതേമാതിരിയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആക്കണം. ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയർ ഒന്നും പാടില്ല. സോ ദി ലോകായുക്ത ഈസ് ക്രിയേറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ളതാണ്. വിത്ത് എ ഫിക്സഡ് ടെനർ. ഇവർക്കൊക്കെ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ടു എനേബിൾ ഇറ്റ് ടു ഡിസ്ചാർജ് ഇറ്റ് ഫങ്ഷൻസ് ഇൻഡിപെൻഡന്റ്ലി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ഇവരുടെ ടെനർ എത്രയാണ് ഫിക്സ് ചെയ്ത് 5 കൊല്ലോ 4 കൊല്ലോ എന്താണെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ അപ്പോയിന്റഡ് ഈ യൂഷ്വലി ലോകായുക്തയിലത്തെ ആള് ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പണ്ടത്തെ റിട്ടയർഡോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർഡോ ആയിരിക്കണം. അതായത് ഇത് ഹൈക്കോടതിയിലത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ സുപ്രീം കോടതി ജഡ്ജായിട്ടോ വിരമിച്ച ആളുകളാണ് ലോകായുക്ത ഹെഡ് ചെയ്യേണ്ടത്. ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013. ദി ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 കോമൺലി സാധാരണയായിട്ട് റെഫർ ചെയ്യുന്നത് ലോക്പാൽ ആക്ട് എന്നാണ് പറയുന്നത്. 6 to provide for the establishment of Lokpal for the union and Lokayukta പറഞ്ഞു to state to engage into the allegation of maladministration, മോശമായ അഡ്മിനിസ്ട്രേഷൻ, കറപ്റ്റ് ആയിട്ടുള്ള ഓർ കറപ്ഷൻ അഗൈൻസ്റ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ്. ആരായിക്കോട്ടെ, ഗവൺമെന്റ് ഓഫീസർ ആരായിക്കോട്ടെ അവരുടെ പേരില്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. റിട്ടയർ ചെയ്തതിന്റെ ശേഷവും കറപ്ഷൻ കണ്ടെങ്കിൽ അവർ തിരിച്ചു പിടിക്കും, കേസ് ഫയൽ ചെയ്യും. അതും കൂടി ഓർക്കണം കേട്ടോ. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റിലും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിലെ കറപ്ഷനിൽ ഏർപ്പെടുന്ന ആളുകളെ ശ്രദ്ധിക്കുക. ചിലപ്പോ അങ്ങനല്ല, ഞാൻ റിട്ടയർ ചെയ്ത് പോയത് കഴിഞ്ഞ കൊല്ലം സംഭവിച്ചതല്ല. നോ നോ നോ. ആ സമയത്ത് ആരാണ് പോട്ടെ. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ലാലു പ്രസാദ് യാദവ്, ഞാൻ തിരിക്കരുത്, ഞാൻ ഉദാഹരണം പറഞ്ഞ് അദ്ദേഹത്തിനോട് എല്ലാ ബഹുമാനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരാളുടെ പേരല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. എത്ര കൊല്ലത്തിന് ശേഷമാണ് ആ കേസിൽ അതിൽ പിന്നോട് ചെയ്തത് നോക്കൂ. അപ്പൊ ഗവൺമെന്റ് വിടില്ല, കോടതി വിടില്ല ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് അയാളുടെ, ഞാൻ സോറി ടു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് എല്ലാ ബഹുമാനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞത്, അല്ലാണ്ട് വിചാരിക്കരുത് ഞാൻ ഇന്ന് ചെയ്ത നാളെ പിന്നെ എന്റെ കഴിഞ്ഞു ഇനിയിപ്പോ ആരാ എന്നെ, അങ്ങനെ വിചാരിക്കരുത്. ഗവൺമെന്റ് ഒരു പൈസ കൊണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാളെ അവർ പിടിക്കും. ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? ഇപ്പൊ നമുക്ക് our own state, you take the example of നമ്മുടെ ISRO ചാര കേസ്. എത്ര വർഷമായി, എത്ര 30 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് അതിന് ചാർജ് ഷീറ്റ് കൊടുക്കണം ചിലയിടത്ത്, CBI എൻക്വയറി. ഒന്ന് ആലോചിച്ചേക്ക്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു പൈസയാണെന്ന് വെച്ചാൽ ഒരു പൈസ, അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ദ ആക്ട് എക്സ്റ്റെൻഡ്. അപ്പൊ പൊതുവെ എന്താ ഞാൻ പറയുന്നത്, പബ്ലിക് സർവൻസ് വളരെ വിജിലന്റ് ആവണം. അതന്നെ നമ്മളെ എന്തെങ്കിലും നമ്മളെ എന്താ പറയണ്ട പൈസ സമ്പാദിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ സെർവ് ഇത് ചെയ്യരുത് കേട്ടോ. അതായത് പബ്ലിക് സർവൻറ്റ്. ഇപ്പൊ ഓരോരുത്തർ ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ട് വളരെ വിഗ്രസ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ചെയ്യൂ, പക്ഷെ ഡു യുവർ ഡ്യൂട്ടി പ്രോപ്പർലി. ഇപ്പൊ ഞാനും അതെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ആളാണ്, മനസ്സിലായില്ലേ? അപ്പോ ഹോണസ്റ്റ്ലി വിത്ത് അറ്റ്മോസ്റ്റ് ഇന്റഗ്രിറ്റി, ഇംപാർഷ്യൽ. ഞാനൊരു 29 കൊല്ലം റിക്രൂട്ട്മെന്റ് ഹാൻഡിൽ ചെയ്ത ആളാണ്, മനസ്സിലായോ? ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാണ്. 29 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിലെ 9000-ൽ മീത ആളുകളുടെ റിക്രൂട്ട്മെന്റ്, സയന്റിഫിക് ഓഫീസേഴ്സ്, മൈക്രോവേവ് എഞ്ചിനീയേഴ്സ്, അസിസ്റ്റന്റ് മാനേജർ, മെമ്പറോട് ഞാൻ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിനൊക്കെ മെമ്പറാണ്. ഈവൻ എന്റെ സർവീസിൽ ടോട്ടൽ ഒരു ചാർജ് ഷീറ്റോ യാതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഗവൺമെന്റിൽ നിന്ന്.
6 മെറിറ്റോറിയസ് സർവീസ് അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അറിയാൻ വേണ്ടി പറയുന്നത്, എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഐ ആം ഗിവിങ് സെർട്ടൻ ഇൻസ്പിരേഷൻ. എങ്ങനെ ആയിരിക്കണം ഗവൺമെന്റിൽ സെർവ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളെ എന്തെങ്കിലും വരുമാന മാർഗം നമുക്ക് സർവൈവ് ചെയ്യണം, അത് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതിലൊക്കെ പെടും. അതന്നെ പറയുന്നത്. കാരണം നമ്മളെല്ലാം നല്ല ഗുണങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് സൈൻ ചെയ്യാനും അതേമാതിരി ഓരോരോ ഡിസിഷൻ എടുക്കാനും. അതായത് ഗവൺമെന്റിന് നഷ്ടമാകുന്ന ഒരു കാര്യത്തിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ടെൻഡർ കൊടുക്കുന്ന സമയത്ത് കൊട്ടേഷൻ, ലോവർ കൊട്ടേഷൻ, ഇത് അങ്ങനെയൊക്കെ അതുണ്ടല്ലോ, അതൊക്കെ എല്ലാ റൂൾസും ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുടുങ്ങും. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് കാര്യം ഞാൻ പറയില്ലേ, ഞാനൊരു ചെറിയ നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി, ഞാൻ റിക്രൂട്ട്മെന്റ് നടത്തിയ സമയത്ത് അറിയാതെ ഹൈദരാബാദിലായിരുന്നു ആ സമയത്ത് DRDOയിൽ, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞുതരാം എങ്ങനെ ആയിരിക്കണം. കാരണം അവിടെയാണ് നമ്മുടെ കാണികളുടെ എത്ര ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. സ്റ്റേറ്റ് ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, സിവിൽ സർവന്റ് എത്രത്തോളം ധൈര്യം ഇല്ലെങ്കിൽ ഇതിൽപ്പെടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം. അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അവിടെ കുറെ റിക്രൂട്ട്മെന്റ് നടത്തണമായിരുന്നു എനിക്ക് ഹൈദരാബാദിൽ. ഐ വാസ് ദ ഹെഡ് ഓഫ് HR. റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ല. എല്ലാ പത്രങ്ങളിലും, ന്യൂസ് പേപ്പർ, എല്ലാ ത്രൂ ഔട്ട് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് ഇതാണ്, ത്രൂ ഔട്ട് ഇന്ത്യയിൽ ലീഡിങ് ന്യൂസ് പേപ്പറിൽ കേട്ടോ കൊടുക്കണം. പ്ലസ് എംപ്ലോയ്മെന്റ് ന്യൂസ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പബ്ലിഷ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിലും കൊടുക്കണം ഈ അഡ്വർടൈസ്മെന്റ്. അപ്പൊ അതിൽ നോക്കിക്കോളൂ, ഞാൻ അധികം സമയം എടുക്കാതെ പറയാണ്. എല്ലാ പോസ്റ്റും ഈ പോസ്റ്റ് ഇത്ര എണ്ണം, അതേമാതിരി റിസർവ് ഫോർ SC ST, അല്ലെങ്കിൽ മറ്റേന് ST, മറ്റേന് OBC, അതേമാതിരി ജനറൽ, OBC ST, ഇങ്ങനെ പറഞ്ഞിട്ട് വേണമല്ലോ, ഗവൺമെന്റിന്റെ അല്ലേ. ഇതാ നോക്കിക്കോളൂ, താഴത്ത് എന്താണ് ഏജ്, ഇത് മറ്റേതൊക്കെ എഴുതല്ലോ. അങ്ങനെ ആൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു this thing, submit the application by this date എന്ന് പറഞ്ഞിട്ട് വിത്ത് പോസ്റ്റ് ഓർഡർ ഓഫ് സോയിൻസ് പറഞ്ഞ എഴുതി. ആൻഡ് അടുത്ത ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കൂ, റിസർവേഷൻ ഫോർ SC ST OBC ആസ് പെർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് എഴുതി. പോരാ വലച്ചില്, അത് യഥാർത്ഥത്തിൽ അതാണ് ശരിക്ക്, റിസർവേഷൻ ഫോർ SC ST OBC ആസ് പെർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ്. അപ്പൊ പിന്നെ എന്റെ പേര് വേണം, അതിന്റെ ഇത് ഡെസിഗ്നേഷൻ എഴുതണം, എന്നിട്ടാണ് പേപ്പറിൽ കൊടുക്കാൻ പറ്റുന്നത്. ജനറൽ നോട്ടിഫിക്കേഷൻ ആണത്, സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ. എന്റെ പേരും കൊടുത്തു, പോസ്റ്റും കൊടുത്തു. ഇതാ വരണു. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സമ്മൺ വന്നു ഡൽഹിയിൽ നിന്ന്. എന്താ കാരണം അറിയോ? അവിടുന്ന് ഡൽഹി കമ്മീഷണർ, അതായത് നമ്മുടെ ഫിസിക്കലി ചാലഞ്ച് അവർക്ക് അവരുടെ കമ്മീഷണർ ഉണ്ട്. ഓക്കെ, അവർ ചോദിച്ചു, വൈ യു ഹാവ് നോട്ട് മെൻഷൻ ദിസ് കാറ്റഗറി ഇൻ ദ അഡ്വർടൈസ്മെന്റ്. അപ്പോ നിങ്ങളുടെ എല്ലാ അഡ്വർടൈസ്മെന്റും ക്യാൻസൽ ചെയ്ത് രണ്ടാമത്തെ റീ അഡ്വർടൈസ് ചെയ്യാൻ പറഞ്ഞു. അതായത് റിസർവേഷൻ ഫോർ SC ST OBC, അന്ന് PH ആയിരുന്നു, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ഇപ്പൊ അതിന്റെ പേര് മാറി, അതും കൂടി ചേർക്കണം, എന്നിട്ട് രണ്ടാമത് അഡ്വർടൈസ് ചെയ്യാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം. കാരണം അതൊരു സ്ലൈറ്റ് മിസ്റ്റേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് 1% റിസർവേഷൻ ഉണ്ട്, ചെവി കേൾക്കാത്തവർക്ക്, അത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്. പിന്നെ അതേമാതിരി സംസാരിക്കാൻ വയ്യാത്തവർക്ക് 1%, അങ്ങനെയൊക്കെ ഉണ്ട്. ഗവൺമെന്റ് റൂൾസ് ഉണ്ട്, മനസ്സിലായില്ലേ ഓരോന്ന്. അത് ഞാൻ അത് ആഡ് ചെയ്തില്ല. പക്ഷെ നമ്മള് മറന്നിട്ടല്ല നമ്മള്, പക്ഷെ അതിലൊരു സ്ട്രോക്ക് എന്ന് എഴുതാൻ മറന്നു. അത് PH, അന്ന് PH ആണ്, ഇന്ന് മാറി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നായിരുന്നു അന്ന്. ഇന്നത് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോ അത് എഴുതിയില്ല. ഉടനടി എന്നോട് സമ്മൺ ചെയ്തിട്ട് പറഞ്ഞു, എല്ലാ അഡ്വർടൈസ്മെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഡൽഹിയിൽ വരാൻ വേണ്ടി പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന്. അപ്പൊ അവസാനം പറഞ്ഞത് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒരു ലെറ്റർ കൊടുത്തു, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട്. It is a mistake, I commit, it is a mistake, and I admit that. But however, I assure you that at the time of recruitment, active, the due consideration will be given for this category of candidates, and after selection the position will be intimated to you in writing. So kindly bear with me, excuse me for this, it is a slight error on my part, human error. Please accept this apology from my side. അങ്ങനെ എഴുതേണ്ടി വന്നു. കാരണം ഗവൺമെന്റ് ആണ്, ജുഡീഷ്യൽ പവർ ഉണ്ട് അവർക്ക്, മനസ്സിലായില്ലേ?
അങ്ങനെ ഒരു തെറ്റ് എനിക്ക് ചെറിയ വന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓരോ ഇതും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം, അല്ലാണ്ട് നമ്മുടെ സിവിൽ സർവീസ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യരുത്. വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ ദയമാതിരി പെടും. ഓക്കെ. ആക്ട് എക്സ്റ്റെൻഡ് ദ വോൾ. പിന്നെ ഈ ആക്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ബാധകമാണ്. പണ്ട് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ജമ്മു കാശ്മീരിലും ഉണ്ട്. പണ്ട് അത് സെപ്പറേറ്റ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് ആയിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ബാധകമായിരുന്നു, സുപ്രീം കോർട്ട് അവർക്കായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, എല്ലാവർക്കും ഒരേ റൂള് കേട്ടോ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇവരുടെ സ്ട്രക്ചർ അതാണ് പറയുന്നത്. ഈ ലോകായുക്തയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഉണ്ട്, ലീഗൽ സെക്ഷൻ ഉണ്ട്, സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ലീഗൽ ടെക്നിക്കൽ സെക്ഷൻ ഉണ്ട്, ഡിസ്ട്രിക്ട് വിജിലൻസ് കമ്മിറ്റി ഉണ്ട്. പിന്നെ ഇവരുടെ ഓരോരുത്തരുടെ ലോകായുക്തയുടെ ക്വാളിഫിക്കേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു. ജഡ്ജും മറ്റേ ഇതൊക്കെയാണ്. ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർഡ്, അല്ലെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർഡ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ്. പിന്നെ ജുറിഡിക്ഷൻ സ്റ്റേറ്റിന്റെ ആണ് ലോകായുക്ത കേട്ടോ, കാരണം ലോക്പാൽ സെന്ററിന്റെ ആണ്. പിന്നെ ലോകായുക്ത പവേഴ്സ് ആൻഡ് ഫങ്ഷൻ, റോൾ ഓഫ് ആയുക്ത, ക്രിട്ടിക്കൽ അനാലിസിസ്. ഇപ്പൊ ഇവിടെ പറയുന്നത് കൺക്ലൂഷൻ, ദി സ്കോപ്പ് ഓഫ് ഡെമോക്രസി and development depends to a great extent on the efficiency of the government machinery. അല്ലേ? ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യുന്നത് വളരെ നല്ല പ്രവർത്തനത്തിലൂടെ എഫിഷ്യന്റ് ആയിട്ട് ഓരോരോ ഗവൺമെന്റും ഓരോരോ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ റൈറ്റിന് മാത്രം ചെയ്ത് we should not bother about our duty. We should also bother about our duty. In a democracy, people should have opportunities to ventilate. അതേമാതിരി ഡെമോക്രസി പലർക്കും പല പ്രശ്നങ്ങൾ വരും, അത് അവസരം കൊടുക്കണം. അവരുടെ എന്താണ് പ്രശ്നം അത് കേൾക്കണം, അങ്ങനെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, റീഡ്രസ് ചെയ്യണം. ഓക്കെ. അപ്പോ പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് അക്യുമുലേറ്റഡ് പ്രോബ്ലം ആയിട്ട് പരിണമിക്കും. ഓരോരോ സിറ്റിസന്റെയും പ്രോബ്ലം നമ്മൾ കേൾക്കണം, അതനുസരിച്ച് നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഡെമോക്രാറ്റിക് ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് അതോറിറ്റേറിയൻ അഡ്മിനിസ്ട്രേഷൻ, അതോറിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് പാടില്ല, ടെൻഷൻ ഉണ്ടാക്കാത്, മനസ്സിലായില്ലേ? അപ്പൊ അത് പാടില്ല. ഇൻ ദിസ് റിഗാർഡ് ഗവൺമെന്റ് ഗ്രീവൻസസ്, ജനങ്ങളുടെ ഗ്രീവൻസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഓരോ സ്ഥലത്ത് പോയി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കേൾക്കാൻ ആളുണ്ടാവില്ല, റെസിപ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അത് നെപ്പോട്ടിസം പാടില്ല. അതായത് നമ്മുടെ ഒരാളെ ഫേവർ ചെയ്യുക, നമ്മുടെ ആളുകളെ ഫേവർ ചെയ്യുക. അതേമാതിരി നെഗ്ലക്ട് ഓഫ് ഡ്യൂട്ടിയിൽ വരായ ഇറഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി ഒന്നും ഇല്ലായ, ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതായത് അവർക്ക് കൊടുക്കുക, ഈ ഇവർക്ക് ചെയ്യാതിരിക്കുക, മൽ അഡ്മിനിസ്ട്രേഷൻ പാടില്ല. അപ്പോ ഇതാണ് പറയുന്നത്, നെപ്പോട്ടിസം പാടില്ല, ഗ്രൂപ്പിസം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല, മൽ അഡ്മിനിസ്ട്രേഷൻ പാടില്ല. അങ്ങനെ ദ സ്റ്റഡി ഹാസ് ഹൈലൈറ്റഡ് ഓൺ ദ സ്ട്രക്ചർ, അപ്പോയിന്റ്മെന്റ്, ജുറിഡിക്ഷൻ, ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് ദ ലോക് ആയുക്ത. അപ്പൊ ലോക് ആയുക്ത എന്ന് പറയുന്നത് ഇന്ന് ഈ യൂണിറ്റിലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോക്പാൽ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ്, ലോക് ആയുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.